ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇവർ പറയുന്ന WCC എന്നൊരു സംഘടന ഉണ്ടായത് അവർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് കുറേ കാര്യങ്ങളെങ്കിലും പുറത്തു വന്നത്. ഇപ്പോൾ കുറേ പേർക്ക് പറയാൻ ധൈര്യം വന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ വേണ്ടേ ശരിക്കും, അല്ലേ? WCC ശരിക്കും അത് എന്തുകൊണ്ടാണ് അമ്മ എന്നുള്ളൊരു ഓർഗനൈസേഷന് വേറെ നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നത്? ഇത്രയും കമ്പാഷൻ അമ്മയ്ക്ക് അവരോട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ വേണ്ടി വന്നു. അവരെ ഡെലിഗേറ്റ് ചെയ്യേണ്ടിയിരുന്നു ഇഷ്യൂസ്. അമ്മയുടെ തന്നെ ഒരു സബ് വിങ് ആയിട്ടോ, അല്ലേ? സബ് വിങ് എന്നല്ല, അനദർ വിങ് ഓഫ് അമ്മ സേയിങ് ടേക്ക് കെയർ ഓഫ് വിമൻസ് ഗ്രീവാൻസസ്. അതൊന്നും നടന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് കുറേ അബ്സേർഡിറ്റി കാണുന്നു ഈ മൊത്തം സാധനത്തിൽ. നമ്മളൊക്കെ യു ആൻഡ് ഐ ആർ ആക്ച്വലി ഔട്ട്സൈഡേഴ്സ് ഓഫ് ദ സിസ്റ്റം. നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരേണ്ട കാര്യം എന്താണ്? ഒരു ഓർഗനൈസേഷൻ എല്ലാവരും ആക്ടേഴ്സാണ്, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദി ഇൻഡസ്ട്രി ആൻഡ് ടു ദ ഫ്രെറ്റേണിറ്റി. മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേൾഡ് മാപ്പിൽ തന്നെ, റൈറ്റ്, ഇറ്റ് ഹാസ് വൺ ഓഫ് ദോസ് പ്ലേസസ്. ഏറ്റവും ഫൈനസ്റ്റ് ആക്ടേഴ്സിനെയും കമീഡിയൻസിനെയും ഫിലിംസും ഒക്കെ ഉണ്ടാക്കിയ ഒരു, ഇന്നിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ ആൾക്കാർ ഇതിനെ അത്രയും ലോ ആയി കാണുമ്പോൾ അതൊരു ചെറിയ സങ്കടമുണ്ട്, റൈറ്റ്? അപ്പം അതുകൊണ്ടാണ് ട്രുത്ത് ആണ് വേണ്ടത് എപ്പോഴും. നമ്മൾ ആ ലാർജർ മോട്ടീവ് ഫൈനലി ഇൻഡസ്ട്രി നന്നാവണം. അല്ല, ഇൻഡസ്ട്രി മോശമാവുന്നല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം വന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോഴും ആവശ്യപ്പെട്ടു, കന്നഡയിൽ ആവശ്യപ്പെടുന്നു, ബംഗാളിൽ. അവരൊന്നും സ്പ്ലിറ്റ് ചെയ്തിട്ടല്ല, സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, അല്ല, ദർ ഓൾ ടേക്കിംഗ് എ കളക്റ്റീവ് ഡിസിഷൻ. തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ സർക്കാരല്ല, അവരുടെ സിനിമാക്കാരുടെ സംഘടനയാണ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ AMMA ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്യുന്നത്. എക്സാക്ട്ലി വാട്ട് ഐ എം കമ്മിങ് ടു. AMMA ഇത്രയും അവരായി, എനിക്ക് ഓർമ്മയുണ്ട് കുറേ വർഷം മുമ്പ് വന്ന ആ ഇൻസിഡൻറ്റിൽ. അപ്പോഴാണ് ആദ്യം ഇവരിൻ ആക്ഷൻ കാണുന്നത്. അത് ആ ഇംപ്രിന്റ് മനസ്സിന്ന് പോകുന്നില്ല. അതെ, ഒരു രീതിയിലും ആ ഒരു ലേഡിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. അവർ പ്രസ് മീറ്റിൽ ഓർക്കുന്നില്ലേ, ദാറ്റ് ഈസ് ജേർണലിസ്റ്റുകളെ കൂക്കി വിളിക്കുന്ന ആൾക്കാർ. ദാറ്റ് ഈസ് ദി ഇംപ്രിന്റ് യു ഹാവ്. നമ്മൾ ആദ്യമായി ഔട്ട്സൈഡ്, എന്നെ പോലെ ഒരു വ്യക്തി ആദ്യമായി ഔട്ട്സൈഡ് ദ സ്ക്രീന് കാണുകയാണ്. ഞാനും ഇതൊന്നും വലിയ ഫോളോ ചെയ്യുന്ന അറിയാലോ വ്യക്തിയല്ല, പക്ഷെ ഔട്ട്സൈഡ് ദ സ്ക്രീൻ ആക്ച്വൽ ഹീറോസിനെ കാണുകയാണ്. സോ ആ ഒരു ഇംപ്രിന്റ് അവിടെയാണ്. അത് മനഃപൂർവ്വമാണോ അല്ലേ ഒന്നും ആയിരിക്കില്ല, പക്ഷെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഘട്ടത്തിൽ ഒരു ലേഡിയെ, അവരുടെ ഫ്രെറ്റേണിറ്റി പ്രത്യേകിച്ച് കൂടെയൊക്കെ അഭിനയിച്ചാണ്, ഒരു സപ്പോർട്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് വായ കൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ അതെന്നൊക്കെ നമുക്കറിയാം.